Dear students, fourth module application of differentiation രണ്ടാമത്തെ ചാപ്റ്റർ റേറ്റ് ആൻഡ് മോഷൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു dy by dx എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് ടു ദ കർവ് y equal to f of x. y equal to f of x എന്ന കർവിന്റെ ടാൻജന്റിന്റെ സ്ലോപ്പ് ആണ് dy by dx എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നു dy by dx as the rate of change of the function y with respect to x at that value x. കൂടാതെ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. If s is the distance traveled by a body at a time t, അതായത് t എന്ന ടൈമിൽ ബോഡി സഞ്ചരിച്ച ദൂരമാണ് s എങ്കിൽ ds by dt represent the rate of change of displacement with respect to t. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ds by dt എന്ന് പറയുന്നത്. എസ് ഡിസ്റ്റൻസ് ആണെങ്കിൽ അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ds by dt. ഇതിനെ നമ്മൾ എന്ത് പറയും? വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ എന്ന് പറയുന്നു. വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ, അതായത് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ds by dt. അപ്പം ഡിസ്റ്റൻസിന് നമുക്ക് എന്ത് ചെയ്യാം? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ടി ആണ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പം വെലോസിറ്റി v is equal to ds by dt. The acceleration of body is the rate of change of velocity at the time t. അതാണ് ആക്സലറേഷൻ എന്ന് പറയുന്നത്. അതായത് വെലോസിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ആക്സലറേഷൻ. dv by dt. ആക്സലറേഷനെ നമ്മൾ a കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അപ്പൊ a എന്ന ആക്സലറേഷൻ a equal to dv by dt. dv by dt എന്ന് പറഞ്ഞാൽ d by dt of ds by dt. v എന്ന് പറഞ്ഞാൽ ds by dt ആണ്. അപ്പൊ നമുക്ക് a എന്ന് പറഞ്ഞാൽ dv by dt of ds by dt എന്ന് എഴുതാം. ഈക്വൽ ടു d സ്ക്വയർ s by dt സ്ക്വയർ. അതായത് എസിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് ആക്സലറേഷൻ എന്ന് പറയുന്നത്. എസിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ വെലോസിറ്റി എന്നും സെക്കൻഡ് ഡെറിവേറ്റീവിനെ ആക്സലറേഷനും എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് ഇവിടെ പ്രധാനമായും ഓർത്തിരിക്കേണ്ട v എന്ന് പറഞ്ഞാൽ ds by dt, a എന്ന് പറഞ്ഞാൽ dv by dt. ഈ ചാപ്റ്റർ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട രണ്ട് ഇക്വേഷനാണ് വെലോസിറ്റിയും ആക്സലറേഷനും. അപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് ഒന്ന് നോക്കാം. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് s equal to t square minus 4t plus 3 find velocity at t equal to 4 seconds. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യണം നോക്കാം. s തന്നിട്ടുണ്ട്, s equal to t square minus 4t plus 3. ഇനി എന്താണ് കാണേണ്ടത്? വെലോസിറ്റി ആണ് കാണേണ്ടത്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വെലോസിറ്റി is equal to v is equal to എന്താണ്? ds by dt. എസിനെ ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പം d by dt ഓഫ് t സ്ക്വയർ മൈനസ് 4t പ്ലസ് 3 ഈക്വൽ ടു ടി സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യുമ്പം 2t എന്ന് വരും. മൈനസ് 4 ഇൻറ്റു ടി വിത്ത് റെസ്പെക്ട് ടു ടി കൊണ്ട് d by dt ഓഫ് t 1 ആയിരിക്കും. പ്ലസ് 3ന്റെ ഡെറിവേറ്റീവ് 0, കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2t മൈനസ് 4 എന്ന് കിട്ടി. പക്ഷെ എന്താണ് കാണേണ്ടത്? വെലോസിറ്റി അറ്റ് ടി ഈസ് ഈക്വൽ ടു 4 സെക്കൻഡ് ആണ് കാണേണ്ടത്. അറ്റ് ടി ഈക്വൽ ടു 4 സെക്കൻഡിലെ വെലോസിറ്റി ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ്? v ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 4 ഇൻറ്റു മൈനസ് 4 is equal to 8 minus 4 equal to 4 units. 4 units. അടുത്ത ക്വസ്റ്റ്യൻ, find the velocity and acceleration of particle at t equal to 3 seconds whose displacement is given by s equal to 3t cube minus t square plus 9t plus 1. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇവിടെ s തന്നിട്ടുണ്ട്. s equal to 3t cube minus t square plus 9t plus 1. അപ്പോൾ ആദ്യം വെലോസിറ്റി കാണണം, പിന്നെ ആക്സിലറേഷൻ കാണണം. നമുക്ക് ആദ്യം വെലോസിറ്റി കാണാം. വെലോസിറ്റി v equal to ds by dt. d by dt of s 3t cube minus t square plus 9t
പ്ലസ് 1. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? ഓരോ ടൈമിൻ്റെ ആയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. 3 ഇൻറ്റു ടി ക്യൂവിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എന്ത് വരും? 3t² മൈനസ് d/dt ഓഫ് t² 2t പ്ലസ് 9 ഇൻറ്റു d/dt ഓഫ് t1 പ്ലസ് d/dt ഓഫ് 1 0. അപ്പോൾ എത്ര കിട്ടി? 9t² മൈനസ് 2t പ്ലസ് 9 എന്ന് കിട്ടി. ഇനി അറ്റ് എ ടൈം t ഈക്വൽ ടു 3 സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. അതാണ് കാണേണ്ടത്. 3 സെക്കൻഡ്സ്. v ഈക്വൽ ടു എത്ര കാണാം? v ഈക്വൽ ടു 9 ഇൻറ്റു 3² മൈനസ് 2 ഇൻറ്റു 3 പ്ലസ് 9 ചെയ്ത് നോക്കുക. 3 ഇൻറ്റു 9 27 മൈനസ് 6 പ്ലസ് 9 ഈക്വൽ ടു 84 യൂണിറ്റ്സ്. ഇനി ആക്സിലറേഷൻ കാണാം. ആക്സിലറേഷൻ a ഈക്വൽ ടു dv/dt. നമുക്ക് d/dt ഓഫ് v എത്രയാണ്? 9t² മൈനസ് 2t പ്ലസ് 9. ഇപ്പം എങ്ങനെ വരും? ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 9 ഇൻറ്റു t² 2t മൈനസ് 2 ഇൻറ്റു d/dt ഓഫ് t 1 എന്ന് വരും. 9 ഇൻറ്റു 0 d/dt ഓഫ് 9 0. അപ്പോൾ 18t മൈനസ് 2. ഇനി അറ്റ് എ ടൈം t ഈക്വൽ ടു 3 സെക്കൻഡ്സ്. 3 സെക്കൻഡ്സിൽ a എന്ന് പറയുന്നത് a ഈക്വൽ ടു 8 ഇൻറ്റു 3 മൈനസ് 2 സീക്വൽ ചെയ്ത് നോക്കുക എത്ര കിട്ടും? 52 യൂണിറ്റ്സ് എന്ന് വരും. 52 യൂണിറ്റ്സ്. അപ്പോൾ എസ് തന്നാൽ നമുക്ക് ആക്സിലറേഷനും വെലോസിറ്റിയും കാണാനറിയാം. അപ്പോൾ അതിൻ്റെ 2 പ്രോബ്ലമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് എസ് ഡിനോട്ട് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് പാർട്ടിക്കൽ അറ്റ് ടൈം t സെക്കൻഡ്സ് ആൻഡ് എസ് ഈക്വൽ ടു tq മൈനസ് 6t² പ്ലസ് 8t മൈനസ് 4, find the time when acceleration is 12 centimeter per second square. And അടുത്ത ക്വസ്റ്റ്യൻ. The velocity at that time. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? എസ് തന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്. ഇനി 12 ആക്സിലറേഷൻ 12 ആകുമ്പോഴുള്ള ടൈമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആ ടൈമിലെ വെലോസിറ്റിയാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ആക്സിലറേഷൻ കാണാം, ആദ്യം വെലോസിറ്റി കാണാം, പിന്നെ ആക്സിലറേഷൻ കാണാം. എസ് ഈക്വൽ ടു ഗിവൺ എസ് ഈക്വൽ ടു tq minus 6t² plus 8t minus 4. അപ്പോൾ velocity v equal to ds/dt is equal to d/dt of tq minus 6t² plus 8t minus 4. ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എങ്ങനെ കിട്ടും? 3t² മൈനസ് 12t പ്ലസ് 8 എന്ന് വരും. അതായത് ടി ക്യൂബിൻ്റെ 3t²ഉം 6 ഇൻറ്റു 2t അപ്പം 12t പ്ലസ് 8 ഇൻറ്റു ടീൻ്റെ 1 4ൻ്റെ 0. അപ്പം നമുക്ക് v ഇത്ര കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആക്സിലറേഷൻ കാണണം. ആക്സിലറേഷൻ a equal to dv/dt d/dt of 3t² minus 12t plus 8. ഇതിനെ ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. വിനെ ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് ആക്സിലറേഷൻ കിട്ടി. അപ്പോൾ എങ്ങനെ വരും? 3 ഇൻറ്റു t² ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 2t മൈനസ് 12 ഇൻറ്റു 1 പ്ലസ് 8. അപ്പോൾ എത്ര എങ്ങനെ കിട്ടി? a ഈക്വൽ ടു 6t മൈനസ് 12.
എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ആക്സലറേഷനും വെലോസിറ്റിയും കണ്ടു. ഇനി ഫൈൻഡ് ദ ടൈം വെൻ ആക്സലറേഷൻ ഈസ് 12 സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആക്സലറേഷൻ 12 ആകുമ്പോഴുള്ള ടൈമാണ് കാണേണ്ടത്. അപ്പോൾ എ ഈക്വൽ ടു 12 ആണെങ്കിൽ ടൈമാണ് കാണേണ്ടത്. ഇംപ്ലൈസ് എ ഈക്വൽ ടു 12 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, 60 - 12 ഈക്വൽ ടു 12 ആണെന്ന് പറയാം, തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 60 is equal to 12, ഈ -12 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും, +12 ആവും, ഈക്വൽ ടു 24. അപ്പോൾ നമുക്ക് ടി എത്ര കിട്ടി, 24/6 ഈക്വൽ ടു 24/6 ഈക്വൽ ടു 4 സെക്കൻഡ് എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടി. 4 സെക്കൻഡിലാണ് ആക്സിലറേഷൻ എത്രയാണ്, 12 ആവണത്, 12 ആവണം. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്, ഫൈൻഡ് ദ വെലോസിറ്റി അറ്റ് ദാറ്റ് ടൈം. ടി 4 ആകുമ്പോഴുള്ള വെലോസിറ്റി ആണ് കാണേണ്ടത്. ടി 4 ആകുമ്പോഴുള്ള അറ്റ് ടി 4 സെക്കൻഡ്സ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു വി ഈസ് ഈക്വൽ ടു നമുക്കറിയാം എന്താണ്, 3t² മൈനസ് 12t + 8 ആണ് വെലോസിറ്റി എന്നറിയാം. ടി എന്നുള്ളതിന് നമ്മൾ എന്ത് കൊടുക്കുക, 4 എന്ന് കൊടുക്കുക. 3 × 4² മൈനസ് 12 × 4 + 8 ചെയ്ത് എത്ര വരും, 3 × 16 മൈനസ് 12 × 4 + 8 ഈക്വൽ ടു 8 എന്ന് വരും. 8 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിസ്റ്റൻസ് എസ് മീറ്റർ ട്രാവൽഡ് ബൈ എ പാർട്ടിക്കിൾ ഈസ് ഗിവൺ ബൈ S equal to A into e raised to nt plus B into e raised to minus nt, where t represent the time, show that acceleration varies as the distance. നമുക്കിത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ എസ് തന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്. എസ് ഈക്വൽ ടു എ ഇ റേസ് ടു എൻ ടി പ്ലസ് ബി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എൻ ടി. ഇനി നമുക്ക് ആദ്യം വെലോസിറ്റി കാണാം. വെലോസിറ്റി വി ഈക്വൽ ടു ഡി എസ് ബൈ ഡി ടി. ഡി ബൈ ഡി ടി ഓഫ് എ ഇ റേസ് ടു എൻ ടി പ്ലസ് ബി ഇ റേസ് ടു മൈനസ് എൻ ടി. നമുക്ക് ഓരോന്നിനായിട്ട് ചെയ്യാം. എ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ഇ റേസ് ടു എൻ ടി പ്ലസ് ബി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ഇ റേസ് ടു മൈനസ് എൻ ടി ഈക്വൽ ടു എ ഇൻറ്റു ഇ റേസ് ടു എൻ ടിനെ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യുമ്പോൾ ഇ റേസ് ടു എൻ ടി ഇൻറ്റു എൻ ടിൻ്റെ ഡെറിവേറ്റീവ് എൻ എന്ന് വരും വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യുമ്പോൾ പ്ലസ് ബി ഇൻറ്റു ഇ റേസ് ടു മൈനസ് എൻ ടിൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു മൈനസ് എൻ ടി ഇൻറ്റു എൻ ടിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൈനസ് എൻ ടിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് എൻ എന്ന് വരും. അപ്പോൾ നമുക്ക് എ വെലോസിറ്റി എങ്ങനെ കിട്ടി, എ എൻ ഇ റേസ് ടു എൻ ടി മൈനസ് ബി എൻ ഇ റേസ് ടു മൈനസ് എൻ ടി എന്ന് കിട്ടി. ഇനി നമുക്ക് ആക്സിലറേഷൻ കാണാം. ആക്സിലറേഷൻ എ ഈക്വൽ ടു ഡി വി ബൈ ഡി ടി. d by dt of an e raised to nt minus bn e raised to minus nt equal to an d by dt of e raised to nt minus bn d by dt of e raised to minus nt equal to an into e raised to nt with respect to t എന്ന് ചെയ്യുമ്പം e raised to nt into derivative of nt എന്ത് വരും, n എന്ന് വരും, മൈനസ് bn into derivative of e raised to minus nt into derivative of minus nt
മൈനസ് എൻ എന്ന് വരും. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടി? ഈ എന്നും ഈ എന്നും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം എ എൻ സ്ക്വയർ ഇ റേസ് ടു എൻ ടി, ഈ മൈനസും മൈനസും മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് ആവും. എൻ സ്ക്വയർ ബി എൻ സ്ക്വയർ ഇ റേസ് ടു മൈനസ് എൻ ടി എന്ന് കിട്ടി. ഇനി രണ്ടിൽ കോമൺ ആയിട്ട് എൻ സ്ക്വയർ ഉണ്ട്. നമുക്ക് എൻ സ്ക്വയറിനെ കോമൺ ആക്കി പുറത്തെടുക്കാം. എൻ സ്ക്വയർ ഇൻറ്റു എ ഇ റേസ് ടു എൻ ടി പ്ലസ് ബി ഇ റേസ് ടു മൈനസ് എൻ ടി. അപ്പോൾ നമുക്കറിയാം എ ഇ റേസ് ടു എൻ ടി പ്ലസ് ബി ഇ റേസ് ടു എൻ ടി എന്ന് പറയുന്നതാണ് നമുക്ക് തന്നിട്ടുള്ള എസ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എ ഇ റേസ് ടു എൻ ടി പ്ലസ് ബി ഇ റേസ് ടു എൻ ടി ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എൻ സ്ക്വയർ ഇൻറ്റു എസ് എന്ന് എഴുതാം. അപ്പോൾ എ ഈക്വൽ ടു എൻ സ്ക്വയർ എസ് എന്ന് കിട്ടി. നമുക്ക് എന്ത് പറയാം? therefore acceleration varies as distance. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വെലോസിറ്റി ആക്സിലറേഷനിൽ നിന്നും നമ്മൾ 4 പ്രോബ്ലംസ് ചെയ്തു. അടുത്തത് നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ചിൽ നിന്ന് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് ദ സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ്. ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഏരിയ ഓഫ് ദ സർക്കിളിന്റെ ഇക്വേഷൻ നമുക്കറിയാം. എ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. ഏരിയ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ. ഇനി എന്താ കാണണ്ടേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു ആർ ആണ്. അപ്പം ഡി എ ബൈ ഡി ആർ ആണ് കാണണ്ടേ. ഡി എ ബൈ ഡി ആർ ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ with respect to radius respect to r. അപ്പോൾ എങ്ങനെ ചെയ്യാം? ഡി എ ബൈ ഡി ആർ ഈക്വൽ ടു ഡി ബൈ ഡി ആർ ഓഫ് എ എന്താണ്? പൈ ആർ സ്ക്വയർ. പൈ ആർ സ്ക്വയർ. അപ്പോൾ നമുക്കിവിടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള പൈ പുറത്തെടുക്കാം. പൈ ഇൻറ്റു ഡി ബൈ ഡി ആർ ഓഫ് ആർ സ്ക്വയർ. പൈ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ നമുക്കറിയാം. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2x ആണ്. അപ്പോൾ നമുക്ക് ഡി ബൈ ഡി ആർ ഓഫ് ആർ സ്ക്വയർ എന്ത് വരും? 2r എന്ന് കിട്ടും. അപ്പോൾ ആൻസർ എന്ത് കിട്ടി? 2πr. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ വോളിയം ഓഫ് എ ക്യൂബ് വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് സൈഡ്. എങ്ങനെ ചെയ്യാം? വോളിയം ഓഫ് ക്യൂബ് എന്ന് പറഞ്ഞാൽ വി ഈക്വൽ ടു എ ക്യൂബ്. എ എന്ന് പറയുന്ന സൈഡ്. എ ഈസ് ദ സൈഡ് ഓഫ് ക്യൂബ്. പിന്നെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു സൈഡ് ആണ് കാണുന്നത്. ഡി വി ബൈ ഡി എ. എങ്ങനെ ചെയ്യാൻ? ഡി ബൈ ഡി എ ഓഫ് എ ക്യൂബ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3x സ്ക്വയർ ആണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഡി ബൈ ഡി എ ഓഫ് എ ക്യൂബ് എന്ന് പറഞ്ഞാൽ 3a സ്ക്വയർ. 3x സ്ക്വയർ. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ സ്ഫെറിക്കൽ ബലൂൺ ഈസ് ഇൻഫ്ലേറ്റഡ് ബൈ പമ്പിംഗ് 25 cc ഓഫ് ഗ്യാസ് പെർ സെക്കൻഡ്. ഓരോ സെക്കൻഡിന് 25 cc ഗ്യാസ് പമ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ബലൂൺ വീർപ്പിക്കുന്നത്. ഫൈൻഡ് ദ റേറ്റ് അറ്റ് വിച്ച് ദ റേഡിയസ് ഓഫ് ബലൂൺ ഈസ് ഇൻക്രീസിങ് വെൻ റേഡിയസ് ഈസ് 15 സെന്റിമീറ്റർ. റേഡിയസ് 15 സെന്റിമീറ്റർ ആകുമ്പോൾ ഉണ്ടാകുന്ന റേഡിയസിൽ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓരോ സെക്കൻഡിലും പമ്പ് ചെയ്യുമ്പോൾ എന്താവും? അതിന്റെ വോളിയത്തിൽ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം സ്ഫെറിക്കൽ ബലൂണിന്റെ വോളിയാണ് നോക്കേണ്ടത്. അപ്പോൾ സൊല്യൂഷൻ എങ്ങനെ ചെയ്യാം? വോളിയം ഓഫ് spherical balloon V equal to 4/3 pi r cube.
അപ്പോൾ നമുക്ക് വോളിയത്തെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു ടി കൊണ്ട്. ടൈമിലാണ് ചേഞ്ച് ഉണ്ടാകുന്നത്. അപ്പം ഡി വി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് 4/3 പൈ ആർ ക്യൂബ്. 4/3 പൈ ആർ ക്യൂബ്. നമുക്ക് 4/3 പൈ പുറത്തെടുക്കാം, കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട്. 4/3 പൈ ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ആർ ക്യൂബ്. ഇനി ഡി ബൈ ഡി ടി ഓഫ് ആർ ക്യൂബ് എന്ത് കിട്ടും? 3r² ഇൻറ്റു ആറിനെയാണ് നമ്മൾ ടി കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഡി ആർ ബൈ ഡി ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡി ആർ ബൈ ഡി ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ഡി വി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 4/3 പൈ ഇൻറ്റു 3r² ഇൻറ്റു ഡി ആർ ബൈ ഡി ടി ആണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? ഡി വി ബൈ ഡി ടി ആണ് തന്നിട്ടുള്ളത്. വോളിയത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചാണ് 25 cc/s. ഇനി ആറ് തന്നിട്ടുണ്ട് 15 സെൻറ്റിമീറ്റർ. റേഡിയസ് 15 സെൻറ്റിമീറ്റർ ആകുമ്പോൾ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. അപ്പോൾ നമുക്ക് ഡി ആർ ബൈ ഡി ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഡി ആർ ബൈ ഡി ടി കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എല്ലാ വാല്യൂം കൊടുക്കാം. ഡി വി ബൈ ഡി ടി എന്ന് പറയുന്നത് 25 ഈക്വൽ ടു 4/3 ഇൻറ്റു പൈ ഇൻറ്റു 3r². ആർ എന്ന് പറയുന്നത് 15² ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. ഇനി ഡി ആർ ബൈ ഡി ടി കാണാൻ എന്ത് ചെയ്യുക? ഡി ആർ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 25 ഇൻറ്റു 3. ഇതിനവിടെ നിർത്തി ബാക്കിയൊക്കെ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകാം. അപ്പം 15 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു 3 ഇൻറ്റു 15². 15 ഇൻറ്റു 15² ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. 5 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 5. ഇവിടെ എന്ത് വരും? 3 എന്ന് വരും. ഈ 5 കൊണ്ട് വീണ്ടും 5 1 വരും. ഇവിടെ 3 വരും. ഈ 3യും 3യും ക്യാൻസൽ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1/4 ഇൻറ്റു 3 ഇൻറ്റു 3. അപ്പോൾ 36 പൈ എന്ന് കിട്ടി. 36 പൈ സെൻറ്റിമീറ്റർ/സെക്കൻഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നൊരു ക്വസ്റ്റ്യനാണ്. എ ബലൂൺ ഈസ് സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്. ഗ്യാസ് ഈസ് എസ്കേപ്പിംഗ് ഫ്രം ഇറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 10 cc/s. ഹൗ ഫാസ്റ്റ് ഈസ് ദ സർഫസ് ഏരിയ ഷ്രിങ്കിങ് വെൻ ദ റേഡിയസ് ഈസ് 15 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ ബലൂണിൽ നിന്നും ഗ്യാസ് പുറത്ത് കളയാണ്. നമുക്കറിയാം വോളിയം എന്ന് പറയുന്നത്, സ്ഫെറിക്കൽ ഷേപ്പിന്റെ വോളിയം എന്ന് പറയുന്നത് V = 4/3 പൈ ആർ ക്യൂബ്. അപ്പം ഡി വി ബൈ ഡി ടി ഈക്വൽ ടു എങ്ങനെ എഴുതാം? 4/3 പൈ ഇൻറ്റു 3r² ഡി ആർ ബൈ ഡി ടി എന്ന് എഴുതാം. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ 3r² ഡി ആർ ബൈ ഡി ടി. ഇവിടെ ഡി വി ബൈ ഡി ടി എന്ന് പറയുന്നത് എത്രയാണ്? ഡിക്രീസിങ് ആണ്. അപ്പം -10 cc/s ആണ്. ഗ്യാസ് പുറത്ത് കളയല്ലേ. അപ്പം -10 cc/s എഴുതാം. അപ്പം ഇനി ഡി ആർ ബൈ ഡി ടി ആണ്. R = 15 സെൻറ്റിമീറ്റർ. R = 15 സെൻറ്റിമീറ്റർ. അപ്പം -10 = 4/3 പൈ ഇൻറ്റു 3r² 3 ഇൻറ്റു 15² ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. അപ്പം ഡി ആർ ബൈ ഡി ടി കാണാൻ എന്ത് ചെയ്താൽ മതി? ഡി ആർ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു -10 ഇൻറ്റു 3 ഇൻറ്റു 4 പൈ ഇൻറ്റു 3 ഇൻറ്റു 15² എന്ന് പറയുമ്പോൾ 15 ഇൻറ്റു 15. 3യും 3യും ക്യാൻസൽ ചെയ്തു. നമുക്ക് എങ്ങനെ വരും? ഇതിന് 5 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 2, ഇവിടെ 3 എന്ന് വരും. ഇതിന് 2 എന്ന് കിട്ടും. ലാസ്റ്റ് നമുക്കിത് എങ്ങനെ കിട്ടും? വാല്യൂ -1/90 പൈ സെൻറ്റിമീറ്റർ/s എന്ന് കിട്ടും. അപ്പം ഡി ആർ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 1/90 പൈ സെൻറ്റിമീറ്റർ/s. ഇനി നമുക്ക് സർഫസ് ഏരിയ ആണ് കാണേണ്ടത്. സർഫസ് ഏരിയ ഓഫ് ദ സ്പെറിക്കൽ ബലൂൺ S = 4πr².
ഇതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് കാരണം ds/dt is equal to d/dt of 4πr² equal to 4π into d/dt of r² is equal to 4π into 2r into dr/dt. അപ്പോൾ നമുക്ക് ds equal to ds/dt is equal to എന്ത് കിട്ടി? ds/dt is equal to 4π into 4π into 2 into r എന്നുള്ള എത്രയാ? 50. dr/dt നമ്മൾ വാല്യൂ കണ്ടുപിടിച്ചു. -1/90π. 1/90π. അപ്പം പയ്യും പോയി. 15 കൊണ്ട് 90നെ ക്യാൻസൽ ചെയ്താൽ 6 എന്ന് വരും. 2 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ 3 എന്ന് കിട്ടി. നമുക്ക് ലാസ്റ്റ് വാല്യൂ എന്ത് കിട്ടി? -4/3 cm²/s എന്ന് കിട്ടും. അതൊക്കെ ലാസ്റ്റ് ആൻസർ വരുന്നത്. ഇപ്പം സർഫസ് ഏരിയ അറ്റ് റൈറ്റ് എത്ര വരും? 4/3. അപ്പം നെഗറ്റീവ് ഒഴിവാക്കാം. Therefore, surface area is shrinking at the rate of 4/3 cm²/s. ഇതിൽ നിന്നുള്ള ഹോംവർക്ക്. The distance traveled by a particle moving along a straight line is given by s equal to 2tq minus 9t² plus 12t plus 6. Find the value of t when the acceleration is 0. അടുത്ത question. Find the rate of change of volume of sphere with respect to the radius. മൂന്നാമത്തെ question. Balloon is spherical in shape. Gas is escaping from it at the rate of 20 cc/s. How fast is the surface area shrinking when the radius is 15 cm? അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയ്തതുപോലെയുള്ള ഒരു പ്രോബ്ലമാണ് ഈ ഹോംവർക്ക്. ഓക്കെ, താങ്ക് യു.